ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻ ബ്രേക്കർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയമാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ബൊഫ്യൂരിൻ ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് ആണ് ആ ടൗണിലെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം അവർ പെട്രോളിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനെ ഷിഷിട്ടോറിന്റെ കയ്യിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ സ്ഥലത്ത് പോയി അവരെ അറ്റാക്ക് ചെയ്യുന്നു. സോ അത് ചോദിക്കാൻ വേണ്ടി ഷിഷിട്ടോറിന്റെ ഗാങ് ലീഡർ ബൊഫ്യൂരിൻ ഹൈസ്കൂളിലോട്ട് വരുന്നു. രണ്ട് ടീമും തമ്മിൽ ഒരു ഫൈറ്റ് മാച്ച് തന്നെ വെക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. ഷിഷിട്ടോറിന്റെ ടെറിട്ടറിക്കുള്ളിൽ ഫ്യൂരിനിലെ ആളുകൾ പോവാണ്. ഉമേം, നീ വന്നോ? നിങ്ങൾക്ക് വേണ്ടിട്ടാ ഇവിടെ കാത്തു നിൽക്കുന്നത് എന്നിട്ട് ഒമേമി അവരോട് പറയുന്നു. സോ അവര് തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഫൈറ്റ് ഇവിടെയല്ല, അത് നടത്താൻ പറ്റിയൊരു സ്ഥലം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ടൊമേമി അവരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. ഷിഷിട്ടോറിയന്റെ ടെറിട്ടറിക്കുള്ളിലൂടെ നടന്നു പോകുന്ന അവർ മുഴുവനും കാണുന്നത് അടച്ചിട്ട് ഒരുപാട് കടകളാണ്. അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അതെല്ലാം തന്നെ ബാറാണ്. നൈറ്റ് ആവുന്ന സമയത്ത് ഇവിടെ നല്ല ആക്റ്റീവ് ആവുമല്ലേ, അപ്പൊ നല്ല കിടിലം വൈബായിരിക്കുമല്ലോ എന്ന് നേരിന് അവരോട് പറയുന്നു. ഒരു മിനിറ്റ്, നീ ആരുടെ കൂടെയും ഫൈറ്റ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ വന്നേ എന്ന് സാക്കുറ അവനോട് ചോദിക്കുന്നു. ഇവര് ഫൈറ്റിന് ക്ഷണിക്കുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ നിങ്ങളൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് വേണം എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പഠിക്കാൻ എന്ന് നേരിന് അവനോട് പറയുന്നു. നീ എന്താടാ കളിക്കുവാണാടാ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് സാക്കുറ. ഒച്ച ഉണ്ടാക്കലടാ എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുവാണ് ഹിറാഗി. ഈ വർഷത്തെ ഫസ്റ്റ് ഇയേഴ്സ് എന്തായാലും അടിപൊളിയാണ് എന്ന് ഉമ്മയമ്മിയ പറയുന്നു. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ, വേഗം വാ എന്ന് പറഞ്ഞിട്ട് ഉമ്മയമ്മിയ അവരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് ഷിഷിട്ടോറിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടാണ് അവരെ കൊണ്ടുപോകുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു പഴയ തിയേറ്റർ ആണത്. ആ സ്ഥലത്തിന് ഷിഷിട്ടോറിയൻ ഇട്ട പേരാണ് കേജ്. ഈ തിയേറ്ററിൽ ബിസിനസ് എല്ലാം ഡല്ലായ സമയത്ത് അവരിത് ഉപേക്ഷിച്ചു. പിന്നീട് ഷിഷിട്ടോറിയൻ ഏറ്റെടുത്ത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കി മാറ്റി എന്ന് നേരിന് അവരോട് പറയുന്നു. പിന്നീട് ആ തിയേറ്ററിന്റെ മെയിൻ ഡോർ തുറക്കാൻ വേണ്ടി പോവാണ് ടൊമേമിയ. നിങ്ങൾ റെഡിയാണോ എന്ന് അവൻ അവരോട് ചോദിക്കുന്നു. ആ ഡോറ് തുറന്ന് അവർ കാണുന്നത് ഷിഷിട്ടോറിയന്റെ എല്ലാ മെമ്പേഴ്സും അതിനകത്തിരിക്കുന്നതാണ്. സോ ഇത്രയും നേരം അവരെ കാത്തിരുന്ന ഷിഷിട്ടോറിയനിലെ മെമ്പേഴ്സ് പെട്ടെന്ന് എന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അവരെ എല്ലാവരെയും ഒരുമിച്ച് കണ്ട നേരിൻ അയ്യോ ഇനി നമ്മളെ കൊണ്ട് ജീവനോടെ വീട്ടിലോട്ട് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുന്നു. ഞങ്ങളുടെ ഫൈറ്റ് കണ്ട് നിനക്ക് ഫൈറ്റ് ചെയ്യാൻ പഠിക്കണ്ടേ, അപ്പോ തല കുനിച്ച് നിൽക്കല്ലേ എന്ന് സാക്കുറ അവനോട് പറയുന്നു. ഹിറാഗിയെയും ഉമേമിയനെയും മാത്രമേ അവിടെ ഉള്ളവർക്ക് അറിയുള്ളൂ. ഹേ ഗായ്സ്, ആയിട്ടുള്ള ഈ 1-on-1 ഫൈറ്റ് നടക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്ന് ടോമിയാമ വിളിച്ച് പറയുന്നു. ഇവനിതൊരു ഷോ ആക്കി മാറ്റിയെന്ന് തോന്നുന്നു. സോജിക്കും എനിക്കും തമ്മിലാണ് മാച്ച്. സോ നിങ്ങൾ തോറ്റാലോ ജയിച്ചാലോ യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ഫൈറ്റ് നിങ്ങൾ വളരെ ഫണ്ണായിട്ട് എൻജോയ് ചെയ്യൂ എന്ന് ഉമേമി അവരോട് പറയുന്നു. ഈ ഫൈറ്റ് ഒരു ഫണ്ണായിട്ട് എന്നെ കൊണ്ട് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. എന്റെ ബെസ്റ്റ് കൊടുത്ത് തന്നെ ഞാൻ ആരാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കും എന്ന് സാക്കുറ പറയുന്നു. മറ്റുള്ളവരും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞ് തലയാട്ടുന്നു. ഉമേമ, വാ നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് വിളിച്ച് പറയാണ് ടോമിയാമ. ഏത് ഫൈറ്റിലാ തുടക്കത്തിൽ തന്നെ ലീഡേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് ജോ. ഇത് കേൾക്കുന്ന യുക്കിനാരി ഞാൻ ആദ്യം ഫൈറ്റ് ചെയ്യാം എന്ന് പറയുന്നു. സോ സുഗുന്റെ കൂടെയാണ് അവൻ ഫൈറ്റ് ചെയ്യേണ്ടത്. സുഗിഷ്ട, നിനക്കാണിപ്പോ ഡിമാൻഡ് ഇരിക്കുന്നത്, പോയിട്ട് വാ എന്ന് പറയാണ് ഡിക്കാപ്രിയോ. അങ്ങനെ അവൻ ഫൈറ്റിന് വേണ്ടി പോകുന്ന സമയത്താണ് നമ്മുടെ ഫൈറ്റ് ഇനിയും അവസാനിച്ചിട്ടില്ല. തുടക്കത്തിൽ തന്നെ നീ തോറ്റുപോയാ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിനക്ക് യോഗ്യതയില്ലെന്നർത്ഥം, മനസ്സിലായോ എന്ന് സാക്കുറ അവനോട് ചോദിക്കുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സുഗവും യുക്കിനാരിയും ആ സ്റ്റേജിലോട്ട് കയറുന്നു. ഈ യുക്കിനാരിയുടെ ഒരു പഞ്ച് നമ്മുടെ എല്ലുകൾ പൊട്ടിക്കാൻ മാത്രം പവർഫുൾ ആണോ എന്ന് പറയുവാണ് നേരിൻ. അവന്റെ ബുക്കിൽ അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവനെ പറ്റി. സുഗുവിനാലോചിച്ച് എനിക്ക് പേടിയില്ല എന്ന് ഡിക്കാപ്രിയോ പറയുന്നു. സുഗു അവന്റെ ശത്രുവാണല്ലോ എന്നാലോചിക്കുമ്പോ എനിക്ക് അവനോട് പാവം തോന്നുന്നു എന്ന് പറയാണ് ഉമേമിയ. ഉമേമിയ, എന്താ കാണിക്കുന്നേ എന്ന് അക്കിനാരി പെട്ടെന്ന് ചോദിക്കുന്നു. സോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയ സുഗുവിന്റെ മോന്തക്കിട്ട് കൊടുക്കുവാണ് അവൻ. യുക്കിനാരി അവന്റെ ശ്രദ്ധ തിരിച്ചതായിരുന്നു അത്. എന്നാൽ നമ്മുടെ സുഗുവിന് അത് ആനമയിൽ ഒട്ടകമായിരുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ കൈ പിടിച്ച് അങ്ങ് ഞെക്കുവാണ്. ഉമേമിയ സാർ എന്ന് വിളിക്കടാ എന്ന് പറഞ്ഞ് അവന്റെ തല പിടിച്ച് നിലത്ത് ഒറ്റയിടി അങ്ങിടിക്കുന്നു. ഉമേമിയ സാർ, അതായിരിക്കണം നീ ഇനി വിളിക്കേണ്ടത്. സോ യുക്കിനാരിയെ ഒറ്റ അടി തന്നെ താഴിട്ടത് കണ്ട് ഷിഷിട്ടോറിയിലെ മെമ്പേഴ്സിനൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നീ ആള് കൊള്ളാമല്ലോ, സൂപ്പറായിട്ട് എന്നെ അവനെ ഡിഫീറ്റ് ചെയ്തു. നിന്റെ പേരെന്താ, എനിക്ക് നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൈയടിക്കുവാണ് ടോമിയാമ. അവന്റെ ടീമിലുള്ള ഒരുത്തനെയല്ലേ അടിച്ച് താഴെട്ടെ, അതുകൊണ്ട് അവൻ കൈയടിക്കുന്നോ എന്ന് പറഞ്ഞ് നോക്കുവാണ് സാക്കുറയും മറ്റുള്ളവരും. അപ്പോഴേ എനിക്ക് തോന്നിയതാ ഇവരൊക്കെ കിളിപോയ ആളുകളാ എന്ന് പറയുവാണ് നേരിൻ. സുഗു, നീ ശരിക്കും പൊളിയാടാ
ഞാൻ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് അവനെ ഡിഫീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഉമേമി അവനെ അഭിനന്ദിക്കുന്നു. യുക്കിനാരി അവന്റെ മോതക്കടിച്ചിട്ടും അവനൊരു കുഴപ്പമില്ലല്ലോ എന്ന് നേരം ചോദിക്കുന്ന സമയത്ത് അവനൊന്നും പറ്റില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് സാക്കുറ പറയുന്നു. ഓ, അപ്പൊ നീ അവൻ പവർഫുൾ ആണെന്നാണ് പറഞ്ഞു വരുന്നേ? ഏയ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് സാക്കുറ. അപ്പോഴാണ് ഉമേമിയ ജോനെ നോക്കുന്നത്. അവനെന്തോ സാഡ് ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ടോമിയാമ്മ അങ്ങോട്ട് വന്ന് സ്റ്റേജിലുള്ള ആ ബോഡി ഒന്ന് ക്ലിയർ ചെയ്യൂ എന്ന് രണ്ടുപേരോട് പറയുന്നു. അവർ രണ്ടുപേരും അവനെ തൂക്കിയെടുത്ത് തോറ്റുപോയവൻ ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് താഴെ എടുത്തിടുന്നു. ഇവൻ കാരണം നമ്മൾ ഫസ്റ്റ് ഫൈറ്റിൽ തന്നെ തോറ്റുപോയി എന്ന് പറഞ്ഞ് അവനെ മോന്ത് കിട്ടുന്നു കൊടുക്കുന്നു. വീക്കായിട്ടുള്ളവരെയും ബോധമില്ലാത്തവരെയും അറ്റാക്ക് ചെയ്യുന്നു. നിങ്ങളൊന്നും ഒരിക്കലും സ്ട്രോങ് ആയിട്ടുള്ളവരായിട്ട് മാറാൻ പോകുന്നില്ല എന്ന് സാക്കുറ അവരോട് പറയുന്നു. സാക്കുറ, ആ മണ്ടന്മാർക്ക് നീ പറയുന്ന ഒന്നും മനസ്സിലാവില്ല എന്ന് ഡിക്കാപ്രിയോ പറയുന്നത് കേട്ട് ടെൻഷനായ അവർ ഡിക്കാപ്രിയോയുടെ ഷർട്ടിൽ കയറി പിടിക്കുന്നു. ഇത് കണ്ട് ടോമിയാമ്മ അവനെ നോക്കുന്നു. അവൻ നിന്റെ എതിരാളിയല്ല, മര്യാദയ്ക്ക് പോ. ഇത് കണ്ട് അവർ രണ്ടുപേരും പേടിച്ചു പോകുന്നു. ശരി, അടുത്തത് ഞാനാ പോവാൻ പോകുന്നേ എന്ന് പറഞ്ഞ സാക്കുറ എഴുന്നേക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഡിക്കാപ്രിയോ മിനോരുവിനെ ശ്രദ്ധിക്കുന്നു. അവനാണെങ്കിൽ അവിടെ പേടിച്ചു വിറച്ചു നിൽക്കുവാണ്. ഇത് കണ്ട് ഡിക്കാപ്രിയോ അവനോട് വരാൻ പറയുന്നു. സാക്കുറ, നീ അന്ന് ഫ്യൂറലിലെ ടോപ്പ് പൊസിഷനിൽ എത്തണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചത് നീ ഒരു മണ്ടനാണെന്ന്. എന്നാ പിന്നീട് എനിക്ക് മനസ്സിലായി നീ പറഞ്ഞതൊന്നും വെറുതെ ആയിരുന്നില്ലെന്ന്. സോ നിനക്കൊരിക്കലും ഞാൻ നിന്നെക്കാൾ വീക്കായിട്ടുള്ളവനാണെന്ന് തോന്നരുത്. ഞാൻ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഡിക്കാപ്രിയോ സ്റ്റേജിലോട്ട് പോകുന്നു. ഇത് കണ്ട് ഇവൻ എങ്ങനത്തെ ഫൈറ്ററാ എന്ന് ചോദിക്കുകയാണ് സാക്കുറ. കാനുമയെ പറ്റിയാണോ എന്ന് നേരിൻ ചോദിക്കുന്നു. അല്ല, ഞാൻ സുവോയെ പറ്റിയാ ചോദിച്ചേ. സുവോ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വലിയൊരു ഫൈറ്ററാണ്. പക്ഷെ അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആർക്കും അറിയില്ല. ശരിയാ, അവൻ എത്ര പേരെ തോൽപ്പിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴും മിസ്റ്ററി ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയാണ് ഹിറാഗി. അതെ, എനിക്കും അവനെ പറ്റി കൂടുതലായിട്ടും ഒന്നും അറിയില്ല. പക്ഷെ അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ പക്കാ ജെന്റിൽമാനാ എന്ന് ഉമേമിയയും പറയുന്നു. ഡേയ്, അറിമയെ അടിച്ച് തോൽപ്പിച്ചതിന് ഞാൻ ഒരിക്കലും നിങ്ങളെ വെറുതെ വിടില്ലടാ എന്ന് പറയുവാണ് കാനുമ. അന്ന് നിങ്ങൾ ചെയ്ത ആ കാര്യമുണ്ടല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ ഇവനെ പോലെ വീക്കായിട്ടുള്ള ഒരുത്തിന് വേണ്ടി പ്രതികാരം ചോദിക്കാൻ നീ അത്രയും പവർഫുൾ ആണോ? ഡേയ്, നിനക്ക് അറിയുമായി പറ്റി എന്തറിയാം? അവന്റെ ലൈഫിന്റെ പകുതിയും ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ ബ്രദറിനെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. പക്ഷേ അതല്ലേ നീ നിന്റെ കണ്ണുകൊണ്ട് ഇപ്പൊ ഇവിടെ കണ്ടത്, ലിറ്റിൽ ബോയ്. ഇത് കണ്ട് സാക്കുറ, ഒരു കൈൻഡ് ആയിട്ടുള്ള പേഴ്സന്റെ യഥാർത്ഥ രൂപം ഞാൻ ഇപ്പോഴാ കാണുന്നേ. ശരി ലിറ്റിൽ ബോയ്, ഇപ്പൊ നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വാ. പെട്ടെന്ന് എന്നെ കാനുമ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഡിക്കാപ്രിയോ നൈസായിട്ട് അവനെ തള്ളി മാറ്റി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഡേയ്, നീ എന്താ കുട്ടികളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന പോലെ ഫൈറ്റ് ചെയ്യുന്നേ? കുറച്ച് വലിയ ആളുകളെ പോലെ ഫൈറ്റ് ചെയ്യടാ. ഇത് കണ്ട് നേരിന് അതിശയത്തോടെ നോക്കുന്നു. എന്താണ് അവിടെ നടന്നേ? സോ ഡിക്കാപ്രിയോ ഒരു തരം മൂവ് ആണ് യൂസ് ചെയ്യുന്നത്, കുൻഫു, കളരി, അതുപോലെ എന്തോ. വീണ്ടും അവൻ ഡിക്കാപ്രിയോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ വീണ്ടും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഡിക്കാപ്രിയോ അവനെ തള്ളി താഴെ ഇടുന്നു. താഴെ വീണ അവൻ ഡിക്കാപ്രിയോയുടെ കാല് പിടിച്ച് അവനെ താഴെ തള്ളിയിടാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ അവിടെയും സിമ്പിൾ ആയിട്ട് ഡിക്കാപ്രിയോ അവനെ അടിച്ച് താഴെ ഇടുന്നു. ലിറ്റിൽ ബോയ് ആയിട്ടുള്ള നീ അഡൾട്ടായി മാറാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ എന്ന് പറഞ്ഞ ഡിക്കാപ്രിയോ അവനെ അടിച്ച് താഴെ ഇട്ടുകൊണ്ടേയിരിക്കുവാണ്. ഏയ് കാണുമ്മ, നിന്നെ വെച്ച് അവൻ കളിച്ചുകൊണ്ടിരിക്കുക, നീ എന്താ ഈ കാണിക്കുന്നേ? അവനെ അടിക്കടാ എന്ന് സിഷിറ്റോറിയം മെമ്പേഴ്സ് വിളിച്ച് പറയുന്നു. സുവോയെ ഒരു ജെന്റിൽമാൻ എന്ന് പറഞ്ഞ് ഞാൻ വില കുറച്ച് കണ്ടു, അവനൊരു ഓർഡിനറി ജെന്റിൽമാൻ അല്ല എന്ന് ചിരിച്ചുകൊണ്ട് ഉമേമിയ പറയുന്നു. വീക്കായിട്ടുള്ള ഓപ്പോണിനെ വെച്ച് അവൻ കളിക്കുവാണല്ലോ എന്ന് ചിന്തിക്കുവാണ് സാക്കുറ. എനിക്കും അവനും എത്ര പവർ ഡിഫറൻസ് ഉണ്ടെന്ന് സുവോ അവന്റെ ഓപ്പോണിനെ വെച്ച് എനിക്ക് കാണിച്ചു തരുവാണ്. നോർമലി സുവോ അത്ര ഇമോഷണൽ ആയിട്ട് ഫൈറ്റ് ചെയ്യില്ല. സാക്കുറയുടെ ഇൻഫ്ലുവൻസ് ആണ് അവന്റെ ഇമോഷൻ പുറത്തു കൊണ്ടുവന്നത് എന്ന് ഉമേമിയ പറയുന്നു. നിന്റെ മുൻപിൽ ഞാൻ എന്റെ ബെസ്റ്റ് എന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു സുവോ ആ സ്റ്റേജിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നതാ. സുവോ എന്റെ കൂടെ സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്താ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുകയാണ് സാക്കുറ. ഇതേ സമയം സുവോ കാനുമയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുവാണ്. തെറിച്ചു വീണ കാനുമ അന്ന് അവന്റെ ടീമിലുള്ളവൻ തന്നെ അടികൊണ്ട് താഴെ കിടക്കുമ്പോ ചിരിച്ചത് ഓർമ്മ വരുന്നു. ജോനെയും ടോമിയാമനെയും നോക്കുവാണ് അവൻ. ഞാൻ ഇപ്പൊ ഇവിടെ തോറ്റുപോയ അന്ന് അവനുണ്ടായ അതേ അവസ്ഥയായിരിക്കും എനിക്കും. ഷിഷിട്ടോറിൽ നിന്നും എന്നെ ഇവര് പുറത്താക്കും എന്ന് പറഞ്ഞ് പേടിക്കുവാണ് അവൻ. നീ ഒരു അഡൾട്ട്ഹുഡ് ആവുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു എന്ന് പറയാണ് സുവോ. മിണ്ടാതിരിക്ക്, ഞാൻ ഒരിക്കലും ഒരു വീക്ക് ആയിട്ടുള്ളവനല്ല എന്ന് പറഞ്ഞ അവൻ സുവോ അടിക്കാൻ വേണ്ടി വരുന്നു. പെട്ടെന്നാണ് സുവോ അവന്റെ മോന്ത കിട്ടുന്ന കൊടുക്കുന്നത്. ഇപ്പൊ നീ ഒരു കാര്യം ഇമാജിൻ ചെയ്തില്ലേ, നീ തോറ്റുപോയ അന്നുണ്ടായ അവന്റെ അതേ അവസ്ഥയായിരിക്കും നിനക്കുമെന്ന്. സോ അഡൾട്ട്ഹുഡ് ആവാനുള്ള പ്രധാന വഴി എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആണ്. ശരി, ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോവാം. നിന്റെ കയ്യിലിപ്പോ ഇമാജിനേഷൻ ഉണ്ട്, എന്നാൽ അത് റിയൽ ലൈഫിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണോന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും സുവോ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പൊസിഷനിൽ നിൽക്കുന്നു. ഫൈറ്റ് അവസാനിച്ചു. സുവോ, നീ വിജയിച്ചു എന്ന് ജോ വിളിച്ചു പറയുന്നു. ഷിഷിട്ടോറിയന്റെ പേര് നീ കളഞ്ഞത് മതി, താഴെ ഇറങ്ങ്
എന്ന് ജോ അവനോട് പറയുന്നു. ഇല്ല, ഒരു മിനിറ്റ് എന്ന് പറയുവാണ് കാനുമ. സോറി, ഞാൻ തെറ്റായിട്ട് പറഞ്ഞു. ടെക്നിക്കലി നീ ഇപ്പോ ഷീഷിട്ടോറിന്റെ പേര് കളഞ്ഞിട്ടില്ല, കാരണം നീ ഇപ്പോ ഷീഷിട്ടോറിയൻ ഗാങ്ങിൽ തന്നെ ഇല്ല എന്ന് ജോ അവനോട് പറയുന്നു. നിന്നെക്കാൾ വീക്കായിട്ടുള്ളവനെ നീ ബുള്ളിങ് ചെയ്യുമ്പോ അവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും. ആ ഒരു ഇമാജിനേഷൻ അതായിരിക്കും നിന്നെ ശരിയായിട്ടുള്ള ഒരു അഡൾട്ടായി മാറ്റുന്നത് എന്ന് പറഞ്ഞ സുവോ അവിടെ നിന്നും പോകുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീക്കായിട്ടുള്ള ഒരാളെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സുവോ ഇപ്പോ കാനുമയ്ക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്തായാലും അടുത്ത എപ്പിസോഡ് വേറെ ലെവലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രത്തോളം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.